വനിതാ സംവരണ ബില്ല് നമുക്കറിയാം ബി.ജെ.പിക്ക് 2/3 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് പാസ്സായില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. പാസ്സാകിയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ട്രാപ്പിൽ പ്രതിപക്ഷം പെടുകയായിരുന്നു. അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ ഒക്കെ വിശകലനമൊക്കെ കേട്ട് കഴിഞ്ഞാല് നരേന്ദ്രമോദി സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നത് വളരെ പെട്ടെന്ന് തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഇത് പാസ്സാക്കിയെടുക്കാം എന്നുള്ള ധാരണയിൽ കൊണ്ടുവന്നവരെ ഇത് അടിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ചില മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് കണ്ടില്ലേ. ചില മാധ്യമങ്ങളൊക്കെ എഴുതിയിരുന്നത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, പൊതുവെ ദേശീയ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലാണ് ഇത്തരം വിശകലനങ്ങളും വാർത്തകളും ഒക്കെ വരുന്നത്. നരേന്ദ്രമോദി പിൻവാതിലിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച മണ്ഡല പുനർനിർണയം എന്നാണ്. വനിതാ സംവരണത്തിന്റെ മറവിൽ പിൻവാതിൽ വഴി കൊണ്ടുവരാൻ ശ്രമിച്ചതിനെയെല്ലാം ഭരണപക്ഷികള് പിന്നെ പ്രതിപക്ഷ കക്ഷികള് സംയുക്തമായിട്ട് ചേർന്ന് ഇതാ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. മോദി സർക്കാരിന് അവരുടെ ഭരണത്തിന് ശേഷം മോദിയുടെ 3ാമത്തെ ഭരണത്തിൽ മോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പരാജയം അവർ നേരിട്ടിരിക്കുന്നു. അവരിതാ ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ബില്ലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാല് നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് തോന്നുന്നൊരു നമ്മൾ മറ്റേ വലിയ രാഷ്ട്രീയത്തിൽ വലിയ വിദഗ്ധന്മാരും ഒന്നും ആകണമെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണപ്പെട്ട ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബുദ്ധിരാക്ഷസന്മാരുടെ ഒരു കേന്ദ്രമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല. നമുക്കൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് അകത്താണ് അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവർക്കറിയാം എങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ 2 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് അവരിപ്പോ 3ാം തവണ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു ആളുകൾക്കൊക്കെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവർക്ക് പാർലമെന്റിൽ 2 സഭകളിലും ഭൂരിപക്ഷമില്ല, ലോക്സഭയിലും കേവലം 3/2 ഭൂരിപക്ഷം അവർക്കില്ല. ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അത് 2 സഖ്യകക്ഷികളോട് ചേർന്നിട്ട് അവര് ഭരണം നടത്തുന്നുണ്ട്. പക്ഷെ 3/2 ഭൂരിപക്ഷമില്ല. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3/2 ഭൂരിപക്ഷം വേണമെന്ന് അവർക്കറിയാം. അപ്പൊ ഏതാണ്ട് 70 വോട്ടുകളുടെ കുറവുണ്ട്. ഉദ്ദേശം 70 വോട്ടുകളുടെ കുറവ് ലോക്സഭയിലും 35-ലധികം വോട്ടിന്റെ കുറവ് രാജ്യസഭയിലും ഉണ്ട്. അത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എത്രയോ വർഷങ്ങളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല അവർ ആ ബില്ല് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പൊ 70-ൽ 20ഓളം പേര് അനുകൂലിച്ചെന്നാണ് പറയുന്നത്. ഏതാണ്ട് 49 വോട്ടിന്റെ കുറവ് മൊത്തത്തിൽ വന്ന പോളിംഗ് പങ്കെടുത്ത ആളുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 49 വോട്ടിന്റെ കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 543 പേര് പങ്കെടുത്തില്ല ആ ചർച്ചയിൽ. അപ്പൊ അങ്ങനെ ഒരു ബില്ല് അവർ കൊണ്ടുവരുന്ന സമയത്ത് അത് എങ്ങനെ പരാജയപ്പെടുത്തി എന്നായി പറയുന്നത്? അവർക്കറിയാമായിരുന്നു ബില്ലിനെ ഒരു സമവായം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇപ്പൊ ഈ വനിതാ സംവരണ ബില്ല് 2023 പാസ്സാക്കിയതാണ്. അത് നിയമമാക്കുന്നതിലുള്ള ഒരു ചെറിയ സാങ്കേതികത്വം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അതായത് രാഷ്ട്രപതി ഒപ്പിട്ടു, പാർലമെന്റിന്റെ 2 സഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ടതാണ്. അതിന് വിജ്ഞാപനം ഇറങ്ങിയാൽ മതി. വിജ്ഞാപനം എന്ന് മുതൽ എന്നുള്ളൊരു ഒരു വാക്ക് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്നലെ അവർ തീരുമാനിച്ചു. ഏപ്രിൽ 16 മുതൽ സംസ്ഥാനത്തും ദേശീയ തലത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതായത് പാർലമെന്റ്, അസംബ്ലി ഇലക്ഷനുകളിൽ വനിതകൾക്ക് 33% സംവരണം കൊടുക്കാം. ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല, പക്ഷെ ചെയ്യാമെന്നുള്ള ആ വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങി. ഇന്നലെ രാത്രിയിൽ ആണ് ഗസറ്റായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ മണ്ഡലപ്പുറ നിർണയമായിട്ട് ഇവരെന്തിനു കൂട്ടിക്കെട്ടിയെന്നും പറഞ്ഞിട്ടാണ് അടുത്ത പ്രശ്നം വന്നത്. ആ പ്രശ്നം വന്നപ്പോ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ട് ഇന്നലെ അമിത്ഷാ ഉറപ്പ് കൊടുത്തിരുന്നു. അമിത്ഷാ വൈകുന്നേരത്തെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു 50% ആർക്കും ഒരു കുറവും ഉണ്ടാകത്തില്ല, സൗത്തിലും ഉണ്ടാകത്തില്ല, നോർത്തിലും ഉണ്ടാകത്തില്ല. 50% സീറ്റ് കൂടെ കോർപ്പറേഷനായിട്ട് ഉയർത്തിത്തരാം, അതിന്റെ ആനുപാതികമായിട്ട് ഉയർത്തിത്തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോ കേരളത്തിൽ 30 കിട്ടിയതിന് തമിഴ്നാടിന് 39 അതിന്റെ പകുതി ഏതാണ്ട് 59 സീറ്റ് തമിഴ്നാടിന് കിട്ടിയതിന് അങ്ങനെ ഉയർന്നേന്. ആ കണക്കിൽ ഒരു ഇതും വരാതെ രീതിയിൽ അത് പരിഹാരം ഉണ്ടായേനെ ആ കാര്യത്തിന്. ജനസംഖ്യയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ സമ്മതിക്കുകയില്ല. വലിയ പ്രസംഗങ്ങളും DMK ഒക്കെ തന്നെ കണ്ടില്ല, കറുത്ത വേഷമൊക്കെ അണിഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്ന മട്ടിലാണ് ഇന്നലെ പാർലമെന്റിൽ അവരുടെ സംസാരവും പ്രസംഗവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ എന്ത് സംഭവിച്ചു? അത്രയും കൂടെ സീറ്റ് 816 സീറ്റായിട്ട് ഉയരേണ്ടതായിരുന്നു 543. BJP അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു മട്ടിലേക്ക് വന്നതുകൊണ്ട് അതിന് ആ ബില്ല് നിഷ്കരണം തള്ളിക്കളയാണ് ചെയ്തത്. അത് ഭരണഘടനാ ഭേദഗതി പാസ്സാകാതെ. പക്ഷെ അതിനിടയിൽ കൂടെ BJP എന്താ ഉദ്ദേശിച്ചത്, അവരായിട്ട് കാര്യം സാധിച്ചെടുക്കുകയും ചെയ്തു. വനിതാ സംവരണം അവർ ഉയർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത തവണ 543
പിന്നെ അങ്ങ് പാർലമെന്റില് പിന്നെ അതിനകത്തിൽ കൊടുക്കാം. അതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അപ്പൊ അതിന് 33% വനിതകൾക്ക് കൊടുക്കാം. ആരൊക്കെ തയ്യാറാവും അതിനകത്ത്? എന്നാൽ എണ്ണം കൂട്ടിക്കൊണ്ട് അതിനകത്ത് ആനുപാതികമായിട്ട് കൂട്ടാൻ സമ്മതിച്ചോ? അതും സമ്മതിച്ചില്ല. അപ്പൊ അത്തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു അജണ്ടയിലാണ് അവരിത് പോയത്. അത് രാഷ്ട്രീയം എന്ന ഒന്ന് രണ്ട് നിരീക്ഷകന്മാർ വളരെ കൃത്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. അവർ കൃത്യമായ ഒരു അജണ്ടയിലാണ്. ഇപ്പൊ ഇതിന്റെ പുറകിൽ എന്താ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് കാണാതെ അവർ മറ്റൊരു കാര്യം അവർ ചെയ്യുകയല്ല. എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിന്റെ തൊട്ട് പുറകെ വരാൻ പോകുന്ന നിയമങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ തൽക്കാലം പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ ആണ് ബാധിക്കുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നോട്ട് പ്രചരണം തുടങ്ങി. ഇന്നലെ തന്നെ ബില്ല് പരാജയപ്പെട്ട ഉടൻ തന്നെ അവരെ പ്രതിപക്ഷം ഒന്നിറങ്ങ് എതിർത്തോട്ടി ഇതിനെ തുടർന്ന് ആ ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെട്ട ഉടൻ തന്നെ അവരുടെ വനിതാ പാർലമെന്റ് അംഗങ്ങൾ ചെയ്ത് കണ്ടില്ലേ ബിജെപിയുടെ. അവരുടൻ തന്നെ 15 മിനിറ്റ് പാർലമെന്റിന് മുമ്പിൽ പ്ലക്കാർഡുമായിട്ട് അവർ പിന്നെ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം മുഴക്കി. ഇന്നു മുതൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുകയാണെന്നാണ്. അതായത് രാജ്യത്ത് വനിതകൾക്ക്, ഭൂരിപക്ഷം വരുന്ന വനിതകൾക്ക് സംവരണം കൊടുക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ എതിരാണ്. അതാണ് ആ പ്രചരണമാണ്. എനിക്ക് തോന്നുന്നു അവരായിരിക്കും അവർ ഉദ്ദേശിച്ചതും ബിജെപി ഉദ്ദേശിച്ചതും അത് തന്നെയായിരിക്കും. ഇവരെ ഒന്ന് സമൂഹത്തിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുക. കാലാകാലങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരുഷ മേധാവിത്വം വിട്ടുകളയാൻ ആരും സമ്മതിക്കുന്നില്ല. കേരളത്തിലെ അവസാനം നോക്കിയാൽ കേരളത്തിൽ ഇപ്പൊ 20 സീറ്റുകളാണ് ഉള്ളത്. 20 സീറ്റുകളില് ഇപ്പൊ ആർ എസ് പിക്ക് എൻ കെ പ്രേമചന്ദ്രനാണ് ഇന്നലെ പിന്നെ വലിയ ശക്തമായിട്ട് വാദിച്ചത്. ഒന്നാമത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നല്ല ഭാഷാ പരിജ്ഞാനം ഉള്ളത് കൊണ്ട് അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ പ്രേമചന്ദ്രന്റെ പാർട്ടിക്ക് പ്രശ്നമില്ല. ആർ എസ് പിക്ക് എന്ത് പ്രശ്നമാണ്? ആർ എസ് പിക്ക് ഒരാളെ മത്സരിക്കുന്നുള്ളൂ. അതിനകത്ത് 33% സംവരണം കൊണ്ടുള്ള കാര്യമുണ്ട്. പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മറ്റൊരു കക്ഷി. അവര് 2 സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ. അവിടെ ഈ 33% സംവരണം കൊണ്ടുവരേണ്ട കാര്യമൊന്നും അവർക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷേ 17 സീറ്റിലധികം മത്സരിക്കുന്ന കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസിലാണ് പ്രശ്നം വരാൻ പോകുന്നത്. കോൺഗ്രസിനകത്ത് 7 സീറ്റ് വനിതകൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് മാറ്റി വെക്കേണ്ടി വരും. ഇല്ലേ? മിനിമം 7 സീറ്റ്, അങ്ങനെ 6ഓ 7ഓ സീറ്റ് വനിതകൾക്ക് മാറ്റി വെക്കേണ്ടി വരും. എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? കോൺഗ്രസിന്റെ പിന്നെ പാർലമെന്റിന്റെ പിന്നെ കൊടുത്തിരിക്കുന്ന വനിതകളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കി, എത്ര പേർക്ക് കിട്ടും? അതാണ് പറയുന്നത്. അപ്പൊ 7 സീറ്റ് പാർട്ടി പരമാവധി കിട്ടാൻ പോകുന്നത് 9ഓ 10ഓ സീറ്റുകളിലെ സംവരണ സീറ്റുകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ 9ഓ 10ഓ കഷ്ടിച്ച് സീറ്റുകൾ മാത്രമേ പുരുഷന്മാർക്ക് കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുക. കേരളത്തിൽ പറഞ്ഞ പോലെ തർക്കം വലിയ ഇതിലേക്ക് മാറും. അതേസമയം സീറ്റ് കുറച്ചുകൂടി ഉയർത്തി ഇത് 30 സീറ്റ് അവരുടെ അമിത്ഷായുടെ വാഗ്ദാന പ്രകാരം 50% സംവരണം വന്നിരുന്നുവെങ്കിൽ ഇത് 30 സീറ്റായിരുന്നു. 10 സീറ്റൂടെ നമുക്ക് കൂടുതൽ കിട്ടിയിരുന്നു. ആ 30ന്റെ ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തിയാൽ മതിയായിരുന്നു. അപ്പൊ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത കാര്യങ്ങൾ അത് സമ്മതിച്ചില്ല. അത് സമ്മതിക്കാതെ വന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് പരാജയപ്പെട്ടു, മോദി സർക്കാരോടും തന്നെ രാജിവെക്കണമെന്നുള്ളൊരു മട്ടില് അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രസ്താവനകളും അതേപോലെ തന്നെ ചില മാധ്യമങ്ങളിലെയൊക്കെ പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അപഹാസ്യം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല.